കണ്ടു ഞാനീ ദൈവസ്നേഹമീശൻ ക്രൂശിന്മേൽ, പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നീറുന്നേ. കണ്ടു ഞാനീ ദൈവസ്നേഹമീശൻ ക്രൂശിന്മേൽ, പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നീറുന്നേ. ഉണ്ടെനിക്കു നാടുമേലിലെന്നതോർക്കുമ്പോൾ, വേണ്ടെനിക്ക് മിസ്രയീമിൻ നിക്ഷേപങ്ങളെ. ഉണ്ടെനിക്കു നാടുമേലിലെന്നതോർക്കുമ്പോൾ, വേണ്ടെനിക്ക് മിസ്രയീമിൻ നിക്ഷേപങ്ങളെ. യേശു നായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മദായക. യേശു നായക പാപശാപനാശക, വീണ്ടെടുത്ത നിൻ ജനത്തിനാത്മദായക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വചനത്തിലൂടെ ചില ദിവസങ്ങളായിട്ട് ചിന്തിച്ച് യാത്ര ചെയ്യുന്ന ചിന്തകളാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു. ആ നിയമനത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്ന് കഴിഞ്ഞുള്ള നാളുകളിൽ പല നിലകളിലായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ ചിന്തിപ്പാൻ ഇടയായി. സ്തോത്രം. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. അടുത്ത വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദൈവം നിയമിച്ചതായ ആ നിയമനത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എന്താണ് ദൈവാത്മാവ് ഇവിടെ അർത്ഥമാക്കുന്നത്? ദൈവം നിയമിച്ചതായ നിയമനത്തിൽ നിന്ന് രക്ഷ നേടുവാൻ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് രക്ഷ ലഭിക്കുമോ? ഇല്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതിന്റെ ഗൗരവം എത്ര വലുതെന്ന് ധനവാനും ലാസറും തമ്മിലുള്ള കർത്താവ് പറഞ്ഞതായ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിപ്പാൻ ഇടയായി. അതിഭീകരമാണ്. അവൻ പറയുന്ന അപേക്ഷ, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരരുത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട ഓരോ വ്യക്തിയും യാതന സ്ഥലത്ത് കിടന്ന് അയ്യം വിളിക്കുന്നുണ്ടാകും. അവിടെ കിടന്ന് അയ്യം വിളിക്കുന്ന ഇങ്ങനെയായിരിക്കും, മക്കളെ, പെന്തക്കോസ്തുകാർ പറയുന്നത് കേട്ട് ആ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുക. ഇത് അതിഭീകരമാണ്. ഇവിടെ നിങ്ങളാരും വരരുത്. പക്ഷേ ആ നിലവിളിക്ക് ആർക്കും ഒരു മറുപടിയും കൊടുപ്പാൻ സാധ്യമല്ല. സ്തോത്രം. എന്നാൽ അനേകർക്കും ഇത് പുച്ഛമായി തോന്നുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒക്കെ ചുമ്മാ പറയുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ മുഷ്ക് കൊണ്ട് ഇപ്പൊ നടക്കും. മരണദൂതൻ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കാര്യം പെശകായി പോയല്ലോ എന്ന് തോന്നുന്നത്. അവിടെ കിടന്ന് പെടയെ രക്ഷയുള്ളൂ എന്തില്ല, വിടുതലില്ല. സ്തോത്രം. അതുകൊണ്ട് രക്ഷ പ്രാപിപ്പാൻ പാപപരിഹാരത്തിന് വേണ്ടി അനേകർക്കും പാപത്തിന് പരിഹാരം വേണമെന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണല്ലോ
പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല നേർച്ചകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മരണശേഷം ഒരു മോക്ഷം കിട്ടുവാൻ പല പ്രവൃത്തികളും ചെയ്യുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. മരിച്ചതിന് ശേഷം പിന്നെ മത്സരവാ, ഞാൻ ചെയ്യാവട അത്, നീ ഇന്നത് ചെയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് മത്സരമാ. സ്തോത്രം. ആത്മാവിന് ശാന്തി കിട്ടുമോ? കിട്ടില്ല. സ്തോത്രം. ചൊല്ലുന്ന പള്ളിയിലെ അച്ഛന്മാർക്ക് എന്തെങ്കിലും കിട്ടും? ഈ കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർക്കും എന്ത് ചെയ്യും? സ്തോത്രം. എന്നാൽ സത്യവേദ പുസ്തകം ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. സത്യവേദ പുസ്തകം ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ നശിച്ചു പോകരുത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അത് പരസ്യയോഗത്തിലാണ് അത് കൂടുതലായിട്ട് പദങ്ങൾ ഉപയോഗിക്കാറ്. ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുമ്പോൾ ഹല്ലേലൂയ, ക്രൂശിൽ കിടക്കുകയാ, രണ്ട് കൈകളിൽ ആണികളുണ്ട്. ആ ശരീരം കൊണ്ട് മൗനമായിട്ട് വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലയോ പിതാവേ, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്തു തീർക്കേണ്ടതെല്ലാം ഞാനിവിടെ ചെയ്തു തീർത്തു. സ്തോത്രം. അങ്ങയുടെ നിത്യഭവനത്തിലേക്ക് മനുഷ്യവർഗത്തെ ചേർക്കണം. മനുഷ്യവർഗത്തോട് വിളിച്ചു പറയുകയാണ്, അല്ലയോ മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം വേണമോ അതെല്ലാം ഞാനിവിടെ ചെയ്തു തീർത്തു. എന്നിലൂടെ രക്ഷ പ്രാപിക്കുക. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. അർത്ഥം എന്താണ്? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി എന്തെല്ലാം ചെയ്തു തീർക്കണമോ അതെല്ലാം ക്രൂശിൽ പുത്രൻ ചെയ്തു തീർത്തു. അത് തീർത്തതിന് ശേഷമാണ് പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞത്. തലചായ്ച്ച് പ്രാണനെ വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രാണൻ, ആ ആത്മാവ് താൻ പറഞ്ഞതുപോലെ മൂന്നാം ദിവസം കല്ലറയ്ക്കകത്തേക്ക് വന്ന് തേജോരൂപിയായി ഉയർത്തേക്ക്. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് വീണ്ടും വിളിച്ചു പറയുക, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. ആ കല്ലറയ്ക്കകത്ത് കർത്താവിന്റെ ശരീരം ഇരിക്കുക. നമ്മളത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ രസകരമാണ് അവരോട് പറയുന്ന വാക്കുകൾ. ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാം ദിനം ഉയർത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 ദിവസം വരെ കല്ലറ ഉറപ്പാക്കണം. അപ്പോ പീലാത്തോസ് പറഞ്ഞ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങൾ പോയി നിങ്ങളെ ലാവോളം എന്ത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഉറക്കം അല്പം പോലും വരാത്ത നിലവാരത്തിൽ കല്ലറയെ കാക്കുവാൻ തക്കതായ നിലവാരത്തിലുള്ള കാവൽക്കൂട്ടം. സ്തോത്രം. അത് മാത്രമല്ല, റോമൻ ഇംപീരിയൽ മുദ്ര. ഓ സ്തോത്രം. അതിന്റെ വാതുക്കൽ നിൽക്കുന്ന ആളുകൾ പറയുന്നു, ഇനി ഒരിക്കലും ഇതിനകത്തിരിക്കുന്ന പുറത്തേക്ക് വരില്ലെന്നാണ് പറയുന്ന. മൗനമായിട്ട് അവർ പറയുന്ന വാക്കിതാണ്. സുഖമായിട്ട് പുരോഹിതന്മാര് ന്യായശാസ്ത്രിമാരൊക്കെ ഇസ്രായേൽ ജനം മുഷ്ക് കാണിച്ചിട്ടിരിക്കുക. സമയമായപ്പോൾ ആ കല്ലറയ്ക്കകത്തേക്ക് പിതാവിന്റെ കരത്തിൽ വരവേൽപ്പിച്ചതായ ആത്മാവ് തേജോരൂപിയായി ആ ജഡശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കല്ലറവാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഹല്ലേലൂയ തനിയെ മാറ്റപ്പെട്ടു. റോമൻ മുദ്ര തകർക്കപ്പെട്ടു. കാവൽ പടയാളികൾ ചത്ത മനുഷ്യരെ പോലെ വിറച്ച് താഴെ വീണു.
എഴുന്നേറ്റവർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. പുരോഹിതന്മാരോട് ചെന്ന് പറഞ്ഞു, ഇന്നത് സംഭവിച്ചു. അവര് കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന മാതിരി പറയണം, ഇന്ന മാതിരി പറയണം, ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം. പടയാളികൾ അത് കേട്ടു. പടയാളികൾ അങ്ങനെ പറഞ്ഞു. അത് ഇന്ന് വരെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷനായിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞു, മക്കളെ ഞാൻ മരിച്ചവനായിരുന്നു, ഹല്ലേലൂയ, എന്നാൽ ഇതാ ഞാൻ ജീവിച്ചിരിക്കുകയാ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന മനുഷ്യവർഗത്തെ വിടുവിച്ചു. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ എന്തില്ല, മരണഭയം ഇല്ല. ചത്താൽ സ്വർഗത്തിൽ പ്രസന്റ്, ചത്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ പ്രസന്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. എവിടെ ആയാലും എന്തുണ്ട്, പ്രസന്റ് ആണ്, ആബ്സെന്റ് ഇല്ല. സ്തോത്രം. പിന്നെ കുഴപ്പം, അവിടെ ആയിക്കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ, ഇവിടെ ആയാലും കർത്താവിനോട് കൂടെ. സ്തോത്രം. പക്ഷെ ഇവിടെ അല്പം കഷ്ടതയുണ്ടെന്ന് മാത്രം, അവിടെ കഷ്ടതയില്ല. സ്തോത്രം. പൗലോസ് പറയുന്ന പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമ. ഹല്ലേലൂയ. എന്നാൽ ചിലർ നിമിത്തം, ക്രിസ്തുവിന്റെ വചനം നിമിത്തം ഇവിടെ ചില പണിയും കൂടെ തീർക്കാനുണ്ട്. ചിലരെ കൂടെ ഈ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ എങ്ങനെ പാടിയത്, കഷ്ടങ്ങൾ സാരമില്ല. എന്തുകൊണ്ടാണ്? നിത്യതയുടെ മുൻപിൽ ഈ കഷ്ടത കൊണ്ടുവച്ചാൽ ഒന്നുമില്ല. 1 വർഷമോ 10 വർഷമോ 100 വർഷമോ 1000 വർഷമോ അല്ല, യുഗായുഗം യുഗായുഗം യുഗായുഗം, പറഞ്ഞു തീരാത്ത വർഷങ്ങൾ. അത് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. നിത്യത എന്ന് പറയുന്നത് അത് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നിത്യത ഒരു സ്വസ്ഥതയുള്ള, ഹല്ലേലൂയ, ഈ ഭൂമി വാസ്തവത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പം ഹൃദയത്തിൽ സന്തോഷമുണ്ട്, മനുഷ്യനെന്നുള്ള നിലയിൽ പ്രയാസമുണ്ട്. പക്ഷേ കർത്താവിന്റെ വരവിന് വേണ്ടി ഭൂമി ഒരുങ്ങുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക ഭൂമിയെ. കാലാവസ്ഥയുടെ പ്രകൃതി മൊത്തം മാറ്റി തകിട് പൊടിയാക്കി. പ്രവചനം ഒന്ന് പറയുന്നു, ഒരു നടക്കുന്നത് വേറൊന്ന്. അവർക്ക് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. മഴ പെയ്യാത്തിടത്ത് മഴ പെയ്യുന്നു, ചൂടില്ലാത്തിടത്ത് ചൂടുണ്ടാകുന്നു. വചനം പറയുന്ന അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോകും. വെന്ത മനുഷ്യൻ നടക്കുന്നത് നിങ്ങൾ ഭാവനയിലൊന്ന് കണ്ടാൽ മതി. കർത്താവ് വന്ന് പോകട്ടെ, പോയി കഴിയുമ്പോൾ എന്തുണ്ടാകും? വെന്ത മനുഷ്യൻ ഇങ്ങനെ നടക്കും. ചാകാൻ ചിന്തിക്കും, ചാകില്ല. വെളിപ്പാട് പുസ്തകത്തിലെ തിരുവചന ഭാഗമാണ്. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുപോകും. ആ നിലവാരത്തിലേക്ക് ഈ പ്രകൃതിയെ തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന ഒരു ചെറിയ കൂട്ടം, സ്തോത്രം, അവർ രക്ഷ പ്രാപിക്കുന്ന ആ തിരുവചന ഭാഗം നമ്മളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 10-11 വാക്യത്തിൽ, അതിന്റെ 9-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ആമേൻ. അത് കഴിഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറയുന്നു,
ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ കുഞ്ഞാടിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. 11-ാം വാക്യത്തിൽ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്തോത്രം. നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തിൽ ഈ മൺകൂടാരത്തെ സ്നേഹിക്കുന്നവനല്ല. ആമേൻ. നേരത്തെ ഓർപ്പിച്ചല്ലോ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആമേൻ. ഈ ക്രൂശിച്ചവർക്ക് മാത്രമേ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പാപവഴികളെ ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകണം. തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം. ഇന്ന് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരും എത്രത്തോളം കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. പ്രവൃത്തി കണ്ടിട്ട് കാവലൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. സ്തോത്രം. പറയുന്നുണ്ട് കർത്താവ് വന്നാൽ പോകും, അനേകരും പറയുന്നുണ്ട്. പക്ഷേ തിരുവചനം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ വെച്ച് ഒന്ന് ചിന്തിച്ചാൽ പലരും അങ്ങെത്താൻ വഴിയില്ല. സ്തോത്രം. ആമേൻ. ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ആദ്യമൊന്ന് നമുക്ക് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില വാക്കുകളാണത്. ഞാൻ വ്യക്തിപരമായി പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാണ്, ഒരു യുദ്ധക്കളമാണ്. എന്നുവരെ യുദ്ധം ചെയ്യണം? മരിക്കുന്നവരെ ചെയ്യണം. അപ്പോൾ ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ആരുണ്ട് തുണയായിട്ട്? പരിശുദ്ധ ആത്മാവുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്, ത്രിയേക ദൈവമുണ്ട്. പക്ഷെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ കാര്യസ്ഥനായി അവൻ നിൽക്കുകയാണ്. ഏത് സമയത്തും പ്രയാസം വരുമ്പോൾ കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ പുത്രൻ ഉയരങ്ങളിൽ മഹിമയുടെ ബലഭാഗിരിക്കുകയാണ്. ചെന്നാ മതി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ധൈര്യത്തോടെ അടുത്ത് ചെല്ലണം. മുട്ടിടിക്കരുത്. മുട്ടിടിക്കാതെ അടുത്ത് ചെല്ലണമെങ്കിൽ കയ്യിലിരിപ്പ് വിട്ടാലേ പറ്റുള്ളൂ. ഞാൻ പറയാറുള്ളത് പോലെ ഓർപ്പിക്കാറ്, ഉണക്കമീൻ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മുട്ടിടിക്കും. ഉണക്കമീൻ കളഞ്ഞോന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുട്ടിടിക്കാതെ അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത്, വാസ്തവത്തിൽ അപ്പ എന്ന് വിളിച്ചാൽ അതിന് പ്രതിധ്വനിയായിട്ട് ഒരു ശബ്ദം കേൾക്കും, മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു പ്രതിധ്വനി കേൾക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു ബന്ധത്തിനുടമയായി ഒരു ദൈവ പൈതൽ മാറണം. അതാണ് യഥാർത്ഥമായ ദൈവിക ബന്ധം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ല, ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് വചനം പറഞ്ഞ് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുകയാണ്. പുത്രന്റെ ആത്മാവ്, വേറെ ഏതെങ്കിലും ആത്മാവല്ല. പുത്രനിൽ പകർന്ന ആത്മാവ് ഏതാണോ അതേ ആത്മാവിനെ ദൈവമക്കളിൽ പകർന്നിരിക്കുകയാണ്. ആ ആത്മാവുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ദൈവമക്കൾ, ഹല്ലേലൂയ, ആത്മാവുമായി
യഥാർത്ഥമായ ബന്ധത്തിന് ഉടമയായി മാറുമ്പോൾ ദൈവിക പ്രവൃത്തിയും ദൈവിക കരുതലും അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മെ പണിതെടുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് ഈ പകൽ മറക്കരുത് കേട്ടോ. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമൈതലേ, നീ ഏകനല്ലെന്ന്. നിന്റെ കൂടെ നിന്നെ വിളിച്ചിറക്കിയ നിന്റെ ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ ഉടമസ്ഥന്റെ സാന്നിധ്യം എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. അത് വാസ്തവത്തിൽ അതിന് ഒരു പാട്ടുകാരൻ പറഞ്ഞ വാക്കുകൾ, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയിതല്ലോ മോക്ഷ വഴി, കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. ഈ വഴി അല്പം ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. പക്ഷെ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ സഹായത്തിനായി സദാ കൂടെ നിൽക്കുന്ന ഒരു നല്ല ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. ആ ഉടമസ്ഥനുള്ള പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രത്യേകമായ ചില വസ്തുതകൾ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. എഫെസ്യർ 6:12 ദൈവാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേനയോട്. അപ്പോൾ ഒരു ദൈവ പൈതലിന് പോരാട്ടം ഉണ്ട്. ആ പോരാട്ടത്തിൽ ജയിക്കാൻ എങ്ങനെ കഴിയും? അതും എഫെസ്യർ 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ അവിടെ ഉടായ്പ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ പറയുന്ന വാക്കുകൾ വളരെ ചിന്തനീയവും വളരെ അർത്ഥവത്തുമാണ്. അവിടെ 10-ാം വാക്യത്തിൽ പറയുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഒന്ന്, നമ്മൾ കർത്താവിൽ എന്ത് ചെയ്യണം? ആയിരിക്കണം. അവന്റെ അമിത ബലം, അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. സ്തോത്രം. അതൊന്നും കൂടെ ആഴമായി പറഞ്ഞാൽ എഫെസ്യ ലേഖനം തന്നെ 1-ാം അധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ 1:18 മുതൽ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ 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 ആ ശക്തി ആരിൽ വ്യാപരിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ ശക്തി കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ റോമൻ മുദ്രകൾ തകർന്നു, കാവൽ പടയാളികൾ ഹല്ലേലൂയ തെറിച്ചുപോയി. ഹല്ലേലൂയ. ആദ്യന്ത ശക്തി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി, ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി വ്യാപരിപ്പിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞാൽ പെരുകി 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 വരുന്ന. എത്രയാണ് ആവശ്യം? ഒരു വിഷയത്തിന്റെ മുൻപിൽ നിൽക്കാൻ
എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ശക്തി പകരുവാൻ, അത്രത്തോളം ശക്തി പകരുവാൻ, നിന്റെ മേൽ അത്രത്തോളം എന്റെ ദൈവത്തിന്റെ കൃപ പകരുവാൻ. ഹല്ലേലൂയ! എന്റെ ദൈവം മതിയായവനാ. അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, നീ നിന്നാൽ മതിയെന്ന് നിന്നെ എന്റെ ദൈവം നിർത്തും. ഹല്ലേലൂയ! പ്രതികൂലത്തെ ഇല്ലാതെയാക്കുന്ന ഹല്ലേലൂയ ദൈവശക്തി. ആ ശക്തി വേദപുസ്തകം പറയുന്ന ഭാഷയിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ തീയുടെ ബലത്തെ കെടുത്തി കളഞ്ഞു. അഗ്നികുണ്ഡത്തിനകത്ത് യഹൂദ ബാലന്മാർ വീണപ്പോൾ ഒരുപാട് പേര് ഓടി വന്ന് മണത്തു നോക്കിയ അവർ പറയുന്നത് തീയുടെ മണം പോലും തട്ടിയില്ല. എന്ത് വിശ്വാസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിന്റെ അയൽക്കത്ത് പോലും പോയിട്ടില്ല. പക്ഷേ ഒരു പ്രതികൂലം നിന്റെ മുൻപിൽ വരുമ്പോൾ നീ ആശ്രയിപ്പാൻ ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ, നീ നിൽക്കുവാൻ തയ്യാറായാൽ, നിന്നെ നിർത്തുവാൻ തക്കതായ എന്റെ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാണ്. അടരെ റിമനെ വൈഡ പ്രൗഢാഭികര രക്ഷിത അന്ധകാര ശക്തി തകരോ. എന്നെ കേൾക്കുന്ന ദൈവമേ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിനക്ക് അളക്കുവാൻ കഴിയില്ല കേട്ടോ. യഥാർത്ഥമായി ആ ശക്തി ഒന്ന് വെളിപ്പെടുത്തിയാൽ മുഷ്ക് കാണിച്ച് നിൽക്കുന്ന കരിഞ്ഞു പോകും. പിന്നെ ആള് കാണില്ല. നമ്മൾ വേദപുസ്തകത്തിലെ വളരെ മിടുക്കോടുകൂടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അവൻ മുഷ്ക് കാണിച്ച് കുതിരപ്പുറത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വരെ പോയതാ. ദമസ്കോസിലുള്ള ആളുകളെ പിടിച്ചു കെട്ടാനാ പോയത്. അവൻ അറിയില്ലായിരുന്നു അവന്റെ മേല് കത്രുത്വം നടത്തുന്ന ഒരാളുണ്ടെന്ന്. ഹല്ലേലൂയ! അവനെ ഒരു മിന്നിക്കഴിഞ്ഞപ്പം ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീണു. അവിടെ കിടന്നിട്ടൊരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? അവനോട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അവന്റെ അതോടുകൂടെ കിളിപോയി. സ്തോത്രം. ആ പൗലോസിനെയാണ് ദൈവം ഈ നിലയിൽ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയത്. അവിടെ അനന്യാസിനോട് അവന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അനന്യാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അവനിവിടെയുള്ള ആളുകളെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോണോ? അനന്യാസ് ചോദിക്കുക. കർത്താവ് പറഞ്ഞു, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം സഹിക്കും എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. നീ പോകാ. നമ്മളെയും തിരഞ്ഞെടുത്ത ഓരോ പാത്രങ്ങളാണ്. അപ്പൊ നമ്മുടെ പാത്രത്തിലും തമ്പുരാൻ തരുന്നത് പ്രാപ്തിക്കനുസരിച്ചാ. സ്തോത്രം പറഞ്ഞ് എന്ത് ചെയ്തേക്കണം? പിറുപിറുക്കരുത്. സ്തോത്രം പറഞ്ഞ് എന്ത് ചെയ്തോണം? അത് സഹിച്ചോണം. കർത്താവിനോട് പറയണം, കർത്താവ് അവിടുത്തെ കൃപ വേണം അല്പം കൂടെ നേടാൻ. അന്ന് തേജസ് പ്രാപിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസിന് കിട്ടിയ തേജസ് വേറെ ആർക്കും കിട്ടാൻ വഴിയില്ല. അപ്പോസ്തലന്മാർ ഒക്കെ അവർക്ക് തേജസ് ഉണ്ടാകും, പക്ഷെ പൗലോസിന് കിട്ടിയ തേജസ് അവർക്കാർക്കും കിട്ടാൻ വഴിയില്ല. വെളിപ്പാടിന്റെ ആധിക്യ നിമിത്തം
കുത്താനൊരു ദൂതൻ, അതായത് സാത്താന്റെ ദൂതൻ. അവൻ കുത്തുമ്പോ മയത്തിൽ കുത്തുവോ? സ്തോത്രം. അങ്ങ് എത്താൻ വേണ്ടി തമ്പുരാൻ കൊടുത്തൊരു പണിയാ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ചില പ്രയാസങ്ങൾ തരുന്നത് എന്തിനു വേണ്ടിയാ? അങ്ങ് എത്താൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ അങ്ങ് എത്തിയില്ലെന്നറിയാം, അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലെന്നറിയാം. അതുകൊണ്ടാ ചില വഴിയിലൂടെ ദൈവം നടത്തുന്നത്. ആ വേദന ഉണ്ടാകുമ്പോ കർത്താവേ സഹായിക്കണം. ആ നിലവിളിയുടെ ശബ്ദം ഹൃദയത്തിനകത്തു നിന്ന് ഉയരത്തക്കവണ്ണോ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളേ, ഹല്ലേലൂയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനെതിരായി ഒരുവനും നിന്നിട്ട് ഹല്ലേലൂയ മിടുക്കനായി മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ. ദൈവകരമൊന്ന് ചലിച്ചാൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടാൽ അവൻ നിലം പരിചാകും. പലപ്പോഴും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് മിടുക്കാണെന്ന് പറഞ്ഞ് നടക്കുക. യെരൂശലേമിൽ കുറെ എണ്ണത്തിന് അവൻ ഉപദ്രവിച്ചു. അപ്പൊ കർത്താവ് ഇടപെട്ടില്ല. എപ്പോഴാ ഇടപെട്ട്? ദമസ്കോസിലേക്ക് അധികാരപത്രവുമായി പോകുന്ന സമയത്ത് പടിവാതിൽക്കൽ വെച്ച് അകത്ത് കയറുന്നതിന് മുൻപ് ഒരടി കൊടുത്തു. അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴെ വീണു. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അവൻ യേശുവിനെ ഉപദ്രവിച്ചോ? ഇല്ലെന്നേ. ദൈവമക്കളെ ഉപദ്രവിക്കുമ്പോ, ദൈവമക്കൾക്ക് നേരെ ഉപദ്രവം അഴിച്ചു വിടുമ്പോ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന ദൈവമേ നീ ഭയപ്പെടേണ്ട. അല്ലെങ്കിൽ നിന്നെയല്ല ദൈവത്തെയാണ് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രതികാരം എനിക്കുള്ളതാ, ഞാൻ പകരം വീട്ടും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ധരിക്കണം. വെറുതെ പറഞ്ഞാ പോരാ. ധരിച്ചു കഴിഞ്ഞാല് കയ്യിലിരിപ്പ് എല്ലാം വിട്ടേ പറ്റൂ. ഉണക്കമീൻ കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല. സ്തോത്രം. വിശ്വസ്തയോടുകൂടെ നീ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്താൽ നിന്റെ കൂടെ ഏത് സ്ഥാനത്തും, ഏതവസ്ഥയിലോ, ഏത് പ്രതികൂലത്തിലോ നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേനയോട്. അതിനെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ശക്തിപ്പെട്ടാൽ എന്തുണ്ടാകും? 11-ാം വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെയും ധരിക്കാനാ പറയുന്നേ. ആമേൻ. അത് ധരിച്ച വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കും എന്ന് അതിന് താഴെ പറയുന്നുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ച് യാത്ര ചെയ്യുന്ന യാത്ര മറക്കരുത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കർത്താവിനെ സ്വീകരിക്കണം എന്ന് നമുക്ക് കണ്ടു. കർത്താവിനെ സ്വീകരിച്ചവൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ കണ്ടു. കർത്താവിനെ സ്വീകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ അവയവങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് കണ്ടു. ഹല്ലേലൂയ. ഇന്ന്
പെന്തക്കോസുകാർ പലരും പറയുന്നത് പോലെ ഉടായിപ്പ് പരിപാടി കൊണ്ട് നടന്നാൽ ഈ പിശാചിന് ജയിപ്പാൻ കഴിയില്ല. നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയോ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചേ മതിയാകൂ. നിത്യതയിൽ എത്തണമെങ്കിൽ വചനം പറയുന്നത് അനുസരിക്കണം, ഇല്ലെങ്കിൽ നിത്യതയെത്തില്ല. ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഇപ്പോൾ നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ ഈ വചനത്തിലൂടെ യാത്ര ചെയ്യും. വളരെ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒരു വ്യക്തി ജയിക്കണമെങ്കിൽ, ഈ പിശാചിന്റെ പണികൾ ജയിക്കണ്ടേ? 4 വിധത്തിലുള്ള പോരാട്ടമാണ് അവിടെ പറയുന്നത്. അതിന് ജയിക്കണമെങ്കിൽ വട്ടം കറങ്ങി നിന്നാൽ ജയിക്കില്ല. പലപ്പോഴും പലരും മൂക്കും കുത്തി വീഴുന്നത് ഈ സ്ഥാനത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കയറി നിൽക്കേണ്ട ഇടത്ത് കയറി നിന്നാൽ പ്രയാസമുണ്ടാകുമോ? ഉണ്ടാകും. പക്ഷെ ജയിപ്പാൻ കഴിയും, ജയാളിയായി നിൽപ്പാൻ കഴിയും. ഹല്ലേലൂയ. ശത്രുവിന്റെ ഏത് തന്ത്രങ്ങളെയും മനസ്സിലാക്കിയിട്ട് ജയിപ്പാൻ കഴിയത്തക്ക നിലവാരത്തിലുള്ള ദൈവകൃപയുടെ വ്യാപാരം നമ്മിൽ ചൊരിയപ്പെടുവാൻ, ചൊരിഞ്ഞു നൽകുവാൻ ദൈവം മതിയായവനാണ്. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം. പിശാചിന് ആയുധമില്ല, അവന് തന്ത്രങ്ങൾ മാത്രമേ. ആ തന്ത്രങ്ങളിലാണ് പലരും പെട്ട് മൂക്കും കുത്തി വീഴുന്നത്. സ്തോത്രം. ആയുധം കൊണ്ടൊരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. തന്ത്രം കൊണ്ട് വന്നാലോ? തന്ത്രം കൊണ്ട് വരുന്നത് ചിലപ്പം നാം സ്നേഹിക്കുന്ന ഏതെങ്കിലും ആളുകളെ കൊണ്ടായിരിക്കും ഈ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം പറയാം. കർത്താവ് കാൽവരി ക്രൂശിലെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഒന്നാമനായ പത്രോസ് പറഞ്ഞു. അല്പം മുൻപാ പറഞ്ഞ്. അതേ പത്രോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോകും. അവൻ സാത്താനായിട്ടല്ല, ആ പറഞ്ഞ തോട്ട്, ആ ചിന്ത സാത്താന്റെ ആയിരുന്നു. അവിടെ കർത്താവ് വ്യക്തമാക്കി പറയുന്നൊരു വാക്കുണ്ട്, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും മാനുഷിക ചിന്തകൾക്ക് വഴങ്ങി പല നിലകളിൽ അലഞ്ഞ് വലയുന്ന പലരുണ്ട്. സ്തോത്രം. അത് ദൈവികമല്ല, മാനുഷികമാണ്. പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. സർവായുധ വർഗം ധരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മുൻപിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഒരു വാക്കുകൂടെ ചേർത്ത് പറയാം. സിക്ലാഗിലേക്ക് മടങ്ങി വരുന്ന ദാവീദ്, സിക്ലാഗിലേക്ക് മടങ്ങി വരുമ്പോൾ ചാമ്പലായി കിടക്കുന്ന അവന്റെ കൂടാരങ്ങളെ കാണുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അപഹരിക്കപ്പെട്ടു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബലം ഇല്ലാതെയാകുവോളം നിലവിളിച്ചു. അവസാനം അവൻ എന്ത് ചെയ്തു? തൻ്റെ ദാവീദോ തൻ്റെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അത് എന്തൊരു ധൈര്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. വേദപുസ്തകം പറയുന്നു അവൻ ധൈര്യപ്പെട്ടു. ധൈര്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പുരോഹിതനോട് പറഞ്ഞു. ആ പുരോഹിതനോട് പറഞ്ഞു, നീ എഫോദ് കൊണ്ടുവാ, ദൈവത്തോട് ആലോചന ചോദിക്കാം, ഞാനിതിനെന്ത് ചെയ്യണം? ദൈവത്തോട് ആലോചന ചോദിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായ മറുപടി ദൈവം. നമുക്കൊരു ചെറിയ പ്രയാസം വന്ന പ്രാർത്ഥന മുടങ്ങി, വേദപുസ്തകം വായന മുടങ്ങി, താടിക്കും കൈ കൊടുത്ത് തൊട്ടാർവാടിയെ പോലെ വാടി. ഇതാണ് നമ്മുടെ പലപ്പോഴും അവസ്ഥ. ദാവീദ് അല്ലായിരുന്നു. അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. സകലത്തെയും അറിയുന്ന ഉടമസ്ഥന്റെ മുഖത്തേക്ക് അവൻ നോക്കി.
ആ പ്രതികൂലത്തിൽ അവൻ നോക്കിയപ്പോൾ വ്യക്തമായി അവനോട് ആലോചന പറഞ്ഞു കൊടുത്ത ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനിടയായ ഒരനുഭവത്തെ വേദപുസ്തകം പറയുന്നുവെങ്കിൽ ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമേ, ഒടുവിൽ കർത്താവിലും അവന്റെ ആമിന ബലത്തിലും ശക്തിപ്പെടണം, ജയിപ്പാൻ. തുടർന്നും ചിന്തകളുമായി മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അപ്പച്ചന്റെ അടുക്കിലേക്ക് ഞങ്ങൾ എടുത്തു വരികയാ. ആ തിരുമാർവിൽ ഞങ്ങൾ ചാരുകയാ. ജയത്തോടെ മുൻപോട്ട് ഗമിപ്പാൻ അവിടുന്ന് കൃപ നൽകണം. കേൾവിക്കാരെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവപ്രവർത്തിനാഥൻ വെളിപ്പെടുത്തണം. ശത്രുവിന്റെ പദ്ധതികളെ അതിജീവിപ്പാൻ വേണ്ടതായ ദൈവകൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുക. ജയിപ്പാൻ വേണ്ടതായ കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ സ്തോത്രം ചെയ്യുക. ജയത്തോടെ ഗമിപ്പാൻ അവിടുന്ന് കൃപ നൽകും. കൃപയ്ക്ക് നന്ദി പറയുക. പ്രവൃത്തിയായി അത് വെളിപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്നവരിൽ ഒരു രൂപാന്തരമുണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്നവരിൽ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.